ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ത്രില്ലൻ കിടിലൻ എപ്പിസോഡാണ് കേട്ടോ. അതായത് അനാമികയ്ക്ക് വരുന്ന ഒരു ഫോൺ കോള് ദേവ്യാനി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഫോൺ എടുത്തപ്പോൾ തന്നെ അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ദേവ്യാനി ഞെട്ടിത്തരച്ച് നിന്ന് പോവാണ്. അയാൾ എന്തായിരിക്കും പറഞ്ഞതെന്ന് അറിയണ്ടേ? എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് അനാമികയും അവളുടെ അമ്മ രേവതിയുമാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അമ്മേ, ഈ പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ പരിപാടി ഫ്ലോപ്പ് ആവാതിരുന്നാൽ മതിയായിരുന്നു. ഓ എന്റെ മോളെ, തുടക്കത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? ഇതെങ്ങനെയെങ്കിലും ഒന്ന് ശരിയായി കിട്ടിയാൽ മതിയായിരുന്നു എന്നാ എനിക്ക്. എന്തായാലും അമ്മേ, രണ്ടെണ്ണത്തിനും എനിക്ക് ഇവിടുന്ന് കെട്ടിക്കണം. ആദ്യം ആ മൂദേവി നവ്യെ, അതിനുശേഷം അവളുടെ അനിയത്തിയെ. വേണം മോളെ, അവരെ അങ്ങനെ പെട്ടെന്നൊന്നും ഓടിക്കാൻ പറ്റില്ല. എന്തായാലും പതിയെ പതിയെ ഞാൻ ഇവിടുന്ന് രണ്ടെണ്ണത്തിനെയും തുരത്തു. അമ്മേ, ഇതിനൊക്കെ ഇടയിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ആ നയനെ ഇവിടുന്ന് അവളുടെ അമ്മായിമ്മ തന്നെ അടിച്ചെറുക്കാൻ ഒരു നല്ല മാർഗം കണ്ടെത്തണം. മോൾ അതാലോചിച്ച് വിഷമിക്കണ്ട. അതിനൊരു നല്ല പോംവഴി അച്ഛൻ കണ്ടെത്തിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇനി എന്താണെന്ന് അറിഞ്ഞാൽ മതി. നമുക്ക് രണ്ടുപേർക്കും ഇന്ന് വൈകിട്ട് അച്ഛനെ കാണാൻ വേണ്ടി പോകണം. അച്ഛൻ എന്തായാലും നല്ലൊരു മാർഗം തന്നെ കണ്ടെത്തിയിട്ടുണ്ടാവും. എന്തൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തിയാലും അദ്ദേഹം പറയുന്ന ഐഡിയകളൊന്നും കൊള്ളത്തില്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അപ്പം അനാമിക പറയുന്നുണ്ട്, അച്ഛൻ ഇതുവരെ അങ്ങനെയാണല്ലോ പോയത്. എൻ്റെ മോളെ, മറ്റുള്ളവരൊക്കെ കുടുംബം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെടുക. എന്നാൽ നിന്റെ അച്ഛനോ കുരുട്ട് ബുദ്ധിയിലൂടെ അധ്വാനിക്കാട്ടെ കണ്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നുണ്ട്. അമ്മയൊന്നും കൂടുതൽ പറയണ്ട. അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടാ ഇന്ന് എനിക്കും ഈ താവഴി തുടരേണ്ടി വന്നത്. എന്തൊക്കെ പറഞ്ഞാലും മോളെ, നിന്റെ അച്ഛനൊരു കില്ലാടിയാ. നിന്റെ സമയമായപ്പോഴേക്കും ഒരു നല്ല ചെറുക്കിനെ കണ്ടുപിടിക്കാനുള്ള ഐഡിയയും അച്ഛൻ പറഞ്ഞു തന്നില്ലേ? അതിൽ അച്ഛൻ്റെ കഴിവ് മാത്രമല്ല, എൻ്റെയും കൂടി കഴിവുണ്ട്. എൻ്റെ സൗന്ദര്യം കണ്ടിട്ടാ അവൻ മയങ്ങി വീണത്. മയങ്ങി വീണെന്നൊന്നും പറയാനില്ല. അവനെ മോളെ എങ്ങനെയൊക്കെയോ ഇഷ്ടമില്ലാതെ ചാക്കിലാക്കിയതല്ലേ. എന്തായാലും അമ്മ കാര്യം നടന്നില്ലേ? അതൊക്കെ നടന്നു. ആ ഒരു സമാധാനം ഇപ്പോൾ. ഇനി നമ്മൾ കള്ളക്കളികളൊന്നും ഇവിടെ ആരും പിടിക്കാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മേ. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടായെങ്കിൽ തന്നെ ഞാനിവിടെ പിടിച്ചിരിക്കും. അങ്ങനെ തന്നെ വേണം മോളെ. എന്തായാലും ഇന്ന് നിന്റെ അച്ഛനെ കാണാൻ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എന്തു പറയുന്നു അതുപോലെ വേണം മോള് നീങ്ങാൻ. ശരി. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ദേവ്യാനിയാണ്. ദേവ്യാനി തലവേനിച്ചിങ്ങനെ സോഫയിലിരിക്കുകയാണ്. എന്നാൽ ദേവ്യാനിയുടെ ഈ ഇരുത്തം കണ്ടിട്ട് നയനക്ക് ഒരിക്കലും കണ്ടോണ്ട് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പൊ നയന മനസ്സിലിങ്ങനെ കരുതുന്നുണ്ട്, ഞാനിപ്പോൾ അമ്മയുടെ അടുത്തേക്ക് ചെന്നാൽ അമ്മയുടെ തലവേദന ഇരട്ടിക്കത്തേ ഉള്ളൂ. പറ്റുമെങ്കിൽ ഒരു ചായ ഇട്ട് കൊടുക്കായിരുന്നു. അതിനെന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചാലല്ലേ? അനാമിക ഒന്ന് പോയി നോക്കിയാലോ? അവള് കൊടുത്ത അമ്മ കുടിക്കാതിരിക്കില്ല. അങ്ങനെ അതും പറഞ്ഞിട്ട് നയന അനാമികയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അനാമികയാണെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞ അനാമിക കണ്ണും തുറന്ന് സ്വപ്നം കാണാണ്. നവ്യയുടെ ഗർഭം ലസിക്കുന്നതും അനാമിക ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുന്നതും. എന്നാൽ അനാമികയെ കണ്ടുകൊണ്ട് വന്ന നയന ഒരു നിമിഷം സ്റ്റക്കാവാണ് കേട്ടോ. അനാമികയ്ക്ക് ഇതെന്തു പറ്റി? അങ്ങോട്ട് നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ എന്തേ പറഞ്ഞു വന്നിട്ട് അടുത്ത പ്രശ്നം തുടങ്ങാം. എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കാം. അമ്മയുടെ കാര്യമല്ലേ, പിന്നെ അവൾക്ക് ക്രെഡിറ്റ് കിട്ടുന്ന കാര്യമാണ്. ക്രെഡിറ്റ് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. അമ്മയുടെ തലവേദന ഒന്ന് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു. ഇതും പറഞ്ഞ് നയന അനാമികയുടെ അടുത്തേക്ക് ചെല്ലാണ്. അനാമിക സ്വപ്നത്തിൽ തന്നെ ഇങ്ങനെ മുഴുകിക്കൊണ്ട് നിൽക്കട്ടോ. അപ്പൊ നയന വീണ്ടും വിളിക്കുന്നുണ്ട്, അനാമികേ, എടോ അനാമികേ. എന്താ? ഓഹോ, നിങ്ങളായിരുന്നോ? നിങ്ങൾക്ക് എന്തിന്റെ കേടാ എപ്പോഴും എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്താൻ? സ്വപ്നത്തിൽ പോലും സമാധാനം തരില്ലെന്ന് വെച്ചാ? അനാമികെ, ഞാൻ തന്നോട് വഴക്കൂടാൻ വന്നതല്ല. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ നിൽക്കുമല്ലേ ഞാൻ? അനാമികെ, ഞാൻ പറയുന്ന കാര്യം നീ ചെയ്യണം. അതെനിക്ക് വേണ്ടിയല്ല. നിങ്ങളൊന്ന് പോകുന്നുണ്ടോ? എനിക്കിപ്പം നിങ്ങൾ പറയുന്ന ഒന്നും കേൾക്കണ്ട. അനാമിക പ്ലീസ്, അമ്മയ്ക്ക് കുറച്ച് ദിവസമായിട്ട് ഒട്ടും വയ്യ. ആർക്ക്? നിങ്ങളുടെ അമ്മയ്ക്കോ? നിങ്ങളുടെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കെന്താ കുഴപ്പം? എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ എനിക്ക് അനാമികയുടെ സഹായം ആവശ്യമില്ല. ഇതിപ്പോ ഇവിടുത്തെ അമ്മയ്ക്ക് എന്നെ കാണുന്ന പോലും ഇഷ്ടമല്ല. വല്യമ്മയുടെ കാര്യമാണോ പറയുന്നത്? എന്നാലേ അതിന് പ്രത്യേകിച്ച് മരുന്നിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആദർശേട്ടൻ്റെ ജീവിതത്തിൽ നിന്നൊന്ന് ഒഴിഞ്ഞു കൊടുത്താൽ മതി. അതായത് നിങ്ങൾ എന്നെയാണ് ആ അസുഖത്തിന് ഏക മരുന്ന്. അനാമികെ, നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നോട് ഞാൻ വഴക്കൂടാനില്ല. നീ എൻ്റെ അനിയത്തിയാ. അമ്മയ്ക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനൊരു ചായ ഇട്ട് തന്നാ നീ അത് അമ്മയ്ക്ക് കൊണ്ടുകൊടുക്കോ? നിങ്ങളുടെ ഒരു വാട്ട ചായ അതിന് പകരം വേസ്റ്റ് വലിച്ചു വാരി തിന്നുന്നതാ. അനാമിക രാവിലെ എന്നൊപ്പം വേസ്റ്റാവും വലിച്ചു വാരി തിന്നുന്നത്. എനിക്കിപ്പോൾ ആർക്കും ചായ ഇട്ടുകൊണ്ട് കൊടുക്കാനൊന്നും വയ്യ. ചായ ഇട്ട് കൊടുക്കണ്ട, ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊന്ന് കൊണ്ടുകൊടുത്താൽ മതി. തൽക്കാലം എനിക്ക് മനസ്സിലെന്നല്ലേ പറഞ്ഞത്? ഒന്ന് പോകുന്നുണ്ടോ? നിങ്ങളെ ചായ കുടിച്ചിട്ട് വേണം വല്യമ്മയ്ക്ക് ഇനി വേറെ എന്തെങ്കിലും വരാൻ. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞൂടെ? എന്തിനെങ്ങനെ ഓരോന്ന് പറയുന്നത്? നിന്നെ ഒരുപാടേറെ സ്നേഹിക്കുന്നുണ്ട് നിന്റെ വല്യമ്മ. എന്നാ നിനക്ക് തിരിച്ചൊരു അംശം പോലും ഇല്ലല്ലോ. അതൊട്ടും മനസ്സിലാക്കുന്നുമില്ല. എന്നാ പോയി മനസ്സിലാക്കി കൊടുക്കടി. അമ്മയ്ക്ക് വയ്യാത്തോണ്ട് മാത്രം ഞാൻ മിണ്ടാതിരിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പറഞ്ഞ് ക്ഷയിപ്പിച്ചേനെ. നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം നിന്നെ മര്യാദ പഠിപ്പിച്ച് നിന്റെ അച്ഛനും അമ്മയും പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങോട്ട് ചെല്ലി മനസ്സിലാക്കാൻ. ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കി തരും എൻ്റെ അച്ഛനും അമ്മയും ആരാണെന്നുള്ളത്. തൽക്കാലം അറിയണമെന്നില്ല. ഞാൻ നിന്റെ അച്ഛനും അമ്മയെ കുറിച്ചൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്നോർത്താൻ നല്ലതാ അനാമികെ. നിന്നെ സ്നേഹിക്കുന്നവരെ പോലും നിനക്ക് തിരിച്ച് സ്നേഹിക്കാൻ മനസ്സില്ല.
നിന്നെ അവർ സ്നേഹിക്കുന്നത് നിന്നിൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചിട്ടാ. നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ആ സ്നേഹിക്കുന്നവരുടെ സ്നേഹം പോലും ഇല്ലാതാക്കരുതെന്ന് എനിക്ക് നിന്നോട് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇതും പറഞ്ഞ് നയന അവിടുന്ന് ദേഷ്യപ്പെട്ട് പോവാട്ടോ. അനാമികയാണെങ്കിൽ നയനയുടെ പോക്ക് കണ്ടിട്ട് ഇങ്ങനെ പല്ലിറമ്മി ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. എന്തായാലും അങ്ങനെ നയന കുറച്ച് ചായ എടുത്തിട്ട് ദേവ്യാനിയുടെ മുന്നിലേക്ക് ചെല്ലാന്നങ്ങ് കരുതാണ്. നയന ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഈ ചായ കൊണ്ടുകൊടുത്തിട്ട് ഇനി എന്നെ എന്തെങ്കിലും പറഞ്ഞാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഇത് കുടിപ്പിക്കണം. ഈ ഒരു ചിന്തയോടുകൂടി ദേവ്യാനിയുടെ അടുത്തേക്ക് അനാമിക ചെല്ലുന്നുണ്ട് കേട്ടോ ചായയുമായിട്ട്. ദേവ്യാനിക്കാണെങ്കിൽ നല്ല തലവേദന ഉണ്ട് കേട്ടോ. ഒരു ചായ കിട്ടിയാൽ കൊള്ളാന്നൊക്കെ ഉണ്ട്. അമ്മേ, ഈ വിളി കേട്ടപ്പോൾ തന്നെ ദേവ്യാനി ഒന്ന് തലപൊക്കി നയനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്താ അമ്മേ, ഈ ചായ ഒന്ന് കുടിക്കമ്മേ. എന്നോട് എന്തെങ്കിലും വാശി വെച്ച് ഈ ചായ കുടിക്കാതിരുന്ന തലവേദന കൂടത്തേ ഉള്ളൂ. ഞാനിപ്പോൾ നിന്നോട് ചായ ചോദിച്ചോ? ചോദിച്ചില്ലെങ്കിലും അമ്മയ്ക്ക് ചായ കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നി. കൊണ്ടുവന്നതല്ലേ, അവിടേക്ക് വെച്ചിട്ട് പൊക്കോ. അത് കേട്ടപ്പോൾ തന്നെ നയനയ്ക്ക് ഒരുപാട് സന്തോഷമാവാട്ടോ. നയന ആ ചായ വെച്ച് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറിക്കൊടുക്കുന്നുണ്ട്. ഇനി നയനയെ കണ്ടിട്ട് കുടിക്കാതിരിക്കേണ്ടെന്ന് കരുതിയിട്ട്. എന്നാൽ നയന ദേവ്യാനി കുടിക്കുന്നതൊക്കെ ഒളിഞ്ഞിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ കിച്ചൻ്റെ ഒരു സൈഡിൽ നിന്ന്. നയന പോയെന്ന് ഉറപ്പാക്കിയപ്പോൾ ദേവ്യാനി ആ ചായ എടുത്ത് കുടിക്കുകയാണ് കേട്ടോ. ദേവ്യാനി ഇങ്ങനെ കുറച്ച് ചായ കുടിച്ചപ്പോൾ തന്നെ ദേവ്യാനിക്ക് തലവേദനയ്ക്ക് നല്ല ആശ്വാസം തോന്നാണ്. ഹോ, എന്തോ ഒരു ആശ്വാസം കിട്ടിയ പോലെ. കുറേ നേരമായിട്ട് തലയുടെ ഉള്ളിൽ നിന്ന് വെട്ടിപ്പൊളിയായിരുന്നു. ഇതും പറഞ്ഞ് ബാക്കിയുള്ള ചായയും കൂടി ഒരൊറ്റ വലി തന്നെ കുടിച്ചു തീർക്കാട്ടോ ദേവ്യാനി. ഹോ, ഒരു ചായ കുടിച്ചപ്പോഴേക്കും തലവേദന പകുതിയോളം ആശ്വാസമായി. അതേസമയം തന്നെ നയനയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് സന്തോഷമായിട്ടോ. അപ്പൊ തന്നെ നയന അടുത്ത പണിയെടുക്കാൻ വേണ്ടി ദേവേനയുടെ മുന്നിലൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ദേവേനെ തല ഉയർത്തി നയനയെ നോക്കുന്നുണ്ട്. നയന അങ്ങോട്ടേക്ക് പോവാണ്. നയന ഇങ്ങനെ പോകുന്നുണ്ടിട്ട് ദേവേനെ നോക്കിയിട്ട് അറിയാതെ ഒന്ന് പുഞ്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നയനയോട് ദേവ്യാനിക്ക് ഏകദേശം ഇഷ്ടമൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഇനി കുറച്ച് സമയത്തിന് ശേഷമാണ് കാണിക്കുന്നത്. ഉറങ്ങിയ ദേവ്യാനി കട്ടിലിൽ നിന്ന് എഴുന്നേക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ മുറിയിലോട്ട് ജയം വരുന്നുണ്ട്. ആ ദേവ്യാനി, അല്ല തന്റെ തലവേദനയ്ക്ക് ഇതുവരെ ഒരു കുറവില്ലേ? രാവിലെ പോകുമ്പോഴും ഇതേ അവസ്ഥ ആയിരുന്നല്ലോ. ആയിരുന്നു, ജയേട്ടൻ വരുന്നതിന്റെ കുറച്ച് മുൻപ് വരെ. എന്നാ ഇപ്പൊ അങ്ങനെയില്ല. ഇപ്പോ ഇന്നലെ പറഞ്ഞ പോലെ തലയുടെ അകത്തുനിന്ന് വെട്ടിപ്പൊളിയുന്ന വേദനയൊന്നുമില്ല, നല്ല ആശ്വാസമുണ്ട്. അല്ല, താനെന്തെങ്കിലും മരുന്ന് കഴിച്ചോ? ദേ, ഡോക്ടർമാർ എഴുതി തരാത്ത ഒരു മരുന്നും കഴിക്കരുതെന്ന് ഞാൻ ദേവിയനോട് പറഞ്ഞിട്ടില്ലേ? എന്റെ ജയേട്ടാ, ഇത് ഡോക്ടറെ കാണിക്കൊന്നും വേണ്ട. ഒരു കപ്പ് ചൂട് ചായ കുടിച്ചപ്പോൾ തന്നെ തലവേദന പമ്പ കടന്നു. ഓ, ഈ തലവേദന ഇടയ്ക്ക് നീ കിച്ചണിൽ കയറി ചായ ഉണ്ടാക്കിയോ? ഞാൻ ഉണ്ടാക്കിയതൊന്നല്ല, ഇടയ്ക്ക് നയന കൊണ്ടു തന്നതാ. ആഹാ, അപ്പം നിന്റെ തലവേദന മാറിയത് നമ്മുടെ മരുമകളിട്ട ചായ കൊണ്ടാണോ? ആ, അവളെനിക്കൊരു ചായ കൊണ്ടു തന്നു. അപ്പം തന്നെ തലവേദനയും മാറി. അതൊരിക്കലും അല്ലാന്ന് ഞാൻ പറയില്ല. അല്ലടോ, എന്നിട്ട് താൻ മോളോട് പോയൊരു നല്ല വാക്ക് പറഞ്ഞില്ലേ? ഹാ, എന്തൊക്കെയായാലും ഒരു ചായ ആണെങ്കിലും എന്റെ തലവേദന മാറ്റിയല്ലോ. അതിനെന്തായാലും ഞാൻ അവളോട് നന്ദി പറയാതിരിക്കില്ല. അവളെ കാണട്ടെ, അപ്പൊ പറയാം എന്ന് ഈ സംസാരം കേട്ടിട്ട് ജയൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ദേവേനി രണ്ടും കൽപ്പിച്ച് നയനയുടെ അടുത്തേക്ക് ചെല്ലാണ്. ആ സമയത്താണ് അനാമികയുടെ മുറിയിൽ നിന്ന് അനാമികയുടെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്നത് കാണിക്കുന്നത്. അനാമികയാണെങ്കിൽ ബാത്റൂമിലാണ് കേട്ടോ. ദേവേനെ അനാമികയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടിട്ട് മുറിയിലോട്ട് കയറുന്നുണ്ട്. അപ്പൊ തന്നെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അത് അനാമികയുടെ അച്ഛൻ വേണുവാണ്. ആഹാ, മോളുടെ അച്ഛനാണല്ലോ. മോളാണെങ്കിൽ ബാത്റൂമിൽ. എന്തായാലും എടുത്തിട്ട് മോൾ ബാത്റൂമിലാണെന്ന് പറയാം. അതും പറഞ്ഞ് ദേവേനി ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹലോ എന്ന് പറയാൻ നിൽക്കാട്ടോ. അപ്പോഴത്തേനും വേണു അവിടുന്ന് സംസാരിക്കുന്നുണ്ട്. ആ മോളെ, രണ്ടാമത്തെ തവണ അച്ഛൻ ഫോൺ വിളിക്കുന്നത്. മോൾ എന്താ എടുക്കാത്തത്? ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അച്ഛൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. അപ്പൊ തന്നെ ദേവ്യാനിയാണെന്ന് പറയാൻ പോവാട്ടോ. അപ്പോഴേക്കും വേണു കാര്യം പറയാണ്. മോളെ, ആ നയനെ അവിടെ നിന്ന് അടിച്ചിറക്കാനുള്ള ഒരു ഉഗ്രൻ മാർഗം എന്റെ മനസ്സിൽ തെളിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയുണ്ടെന്ന് മോൾ ആദ്യം നോക്ക്, എന്നിട്ടാക്കാൻ നമ്മുടെ കൂടിക്കാഴ്ച. വെറുതെ വണ്ടിക്കാശും കൊടുത്ത് ഇവിടെ വരെ വരണ്ടേ? ആ നേരം ആ വണ്ടിക്കാശ് പോക്കറ്റിലിടാം. ഈ സംസാരമൊക്കെ കേട്ടപ്പോഴേക്കും ദേവേനെ ആകെ ഒന്ന് പകച്ചു പോവാൻ കേട്ടോ. ഇയാൾ എന്തോ കാര്യമായിട്ട് പറയാൻ വരുന്നുണ്ടെന്ന് ദേവേനിക്ക് മനസ്സിലാവാണ്. അതുകൊണ്ട് തന്നെ ദേവേനെ ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിൽക്കാട്ടോ. മോളെ, നമ്മുടെ ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് സ്വത്താണ്. അതുകൊണ്ട് ആ കിളവനും കിളവിക്കും എന്തെങ്കിലും ആയേ പറ്റൂ. അതുകൊണ്ട് ആ കിളവനെ തട്ടാനുള്ള ഒരു ഉഗ്ര മാർഗമുണ്ട്. ഇനിയിപ്പോൾ അത് ഫലിച്ചാലും ഫലിച്ചില്ലെങ്കിലും നമ്മൾ കരുതുന്ന രണ്ടിൽ ഒന്ന് നടക്കും. ഒന്നെങ്കിൽ ആ മൂർത്തി തട്ടിപ്പോവും, അല്ലെങ്കിൽ ആ നയനെ അടിച്ചവിടുന്ന് പുറത്താക്കും. ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ ദേവ്യാനിക്ക് അടിമുടി അങ്ങനെ വിറയ്ക്കാണ് കേട്ടോ. ഇയാൾ പറയുന്നൊക്കെ കേട്ടിട്ട് ദേവ്യാനി ആശ്ചര്യപ്പെട്ട് ദേഷ്യപ്പെട്ടിട്ടാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നത്. മോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ മൂർത്തിക്ക് കൊടുക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണെന്ന്. അതിനിടയിൽ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു മരുന്നുമായിട്ട് സാമ്യപ്പെടുന്ന രീതിയിൽ നമ്മളൊരു മരുന്ന് അവിടെ കൊണ്ട് വെക്കണം. മോള് പറഞ്ഞത് വല്ലതും കേൾക്കുന്നുണ്ടോ? എന്നിട്ട് അയാൾ എങ്ങനെയെങ്കിലും നമുക്ക് ഇല്ലാതാക്കാം. മരുന്ന് മാറ്റം വന്നതാണെന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ നയനയ്ക്ക് അനന്തപുരിയിൽ സ്ഥാനമില്ല. ആ ആദർശി തന്നെ അവളെ വെളിയിലെടുത്ത് തട്ടും. ഇത്രയും കേട്ടപ്പോൾ തന്നെ ദേവ്യാനിക്ക് ആകെ അങ്ങ് ദേഷ്യം പകച്ചു കയറാട്ടോ. നയനി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എന്നാൽ മൂർത്തി മുത്തശ്ശനെ പറഞ്ഞത് കേട്ടിട്ട് ദേവ്യാനിക്ക് ഒട്ടും തന്നെ അങ്ങ് പിടിക്കുന്നില്ല. ദേവ്യാനി ദേഷ്യപ്പെട്ടുകൊണ്ട് ആ ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേഷ്യപ്പെട്ടിട്ട് ദേവ്യാനി മുറിയിലേക്ക് ഒരൊറ്റ പോക്ക് പോവാണ്.
ഇനി എന്തായാലും നല്ല കിടിലൻ എപ്പിസോഡാണ് കേട്ടോ. ദേവ്യാനി അനാമികയെ വരച്ച വരയിൽ നിർത്താൻ പോവാണ് ഗൈസ്. അതിനു പകരം നയനിയെ ചേർത്ത് പിടിക്കാനും പോകുന്നു. എന്തായാലും നല്ല കിടിലൻ എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ എപ്പിസോഡുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അടുത്ത എപ്പിസോഡിനായിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.